ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനിപ്പോൾ ഒത്തിരി ഇൻഫോർമേഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. മോർഗേജും IHS ഫീസും ടാക്സ് റീഫണ്ടും അങ്ങനെ ഒത്തിരി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിക്കുന്ന ഒന്നാണ്, ചേച്ചിക്ക് ഇതിനെപ്പറ്റി എങ്ങനെ അറിയാം, നിങ്ങളൊരു അഡ്വൈസറാണോ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. IHS ഫീസിൻ്റെ റീഫണ്ട് ആയിക്കോട്ടെ, ടാക്സ് റീഫണ്ട് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പലർക്കും അറിയാത്ത കാര്യമാകുമ്പോൾ നമ്മളതൊന്ന് ഷെയർ ചെയ്യാൻ നോക്കും. ഞാനിവിടെ UK എത്തിക്കഴിഞ്ഞ് ഒരു ജോബ് വിസയിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞ് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമല്ലോ നമുക്ക്. ഞാനൊരു അഡ്വൈസറിനെ മീറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു വീഡിയോ തന്നെ ചെയ്തുകൂടാന്നുള്ളത്. ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനൊരു അഡ്വൈസറിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇതാണ് മിസ്റ്റർ ബേസിൽ പൗലോസ്, എൻ്റെ ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബേസിലിനെ തന്നെ വന്ന് കണ്ട് മീറ്റ് ചെയ്യാന്ന്. അപ്പൊ ബേസിൽ ഇവിടെ ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസിന്റെ അഡ്വൈസർ ആണ് അല്ലേ. അപ്പൊ വെൽക്കം ബേസിൽ. ഈ ഒരു സമയം കണ്ടെത്തി എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായതിന് അത് തന്നെ താങ്ക് യു സോ മച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലയന്റ് ആയിരുന്നു ധന്യയും റോസിഞ്ചറും. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം, അത് ധന്യയുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളും കരുതി അത് മറ്റുള്ളവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് നമ്മളും ഈ വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അതെ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാൻ ബേസിന്റെ അടുത്ത് നിന്ന് എടുത്തതെന്ന് വെച്ചാൽ ലൈഫ് കവറും ക്രിട്ടിക്കൽ ഇൽനെസ് കവറും ആണ്. അപ്പം അത് നമ്മുടെ ഫാമിലിക്ക് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചായൻ നമ്മുടെ 2 കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് IHS ഫീസൊക്കെ അടച്ച് വന്നവരാണ്, വലിയൊരു തുക തന്നെ അടയ്ക്കുന്നുണ്ട്. ഇപ്പം IHS ഫീസൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. പണ്ട് ബേസിലൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറവായിരുന്നു, 400-400 എത്ര പൗണ്ടായിരുന്നു. പക്ഷെ ഇന്നത് 1035 പൗണ്ട്സ് ആണ് ഒരു ഇയറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത്രയും IHS ഫീസ് അടച്ചു വരുന്ന ഒരാൾക്ക് എന്തിനാണ് ഇവിടെ ഒരു ലൈഫ് കവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് കവറിന്റെ ആവശ്യം? അതായത് നമുക്കിപ്പോ അതിലിപ്പോ ധന്യക്ക് എടുത്തു വെച്ചിരിക്കുന്ന പ്ലാൻസ് എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് പ്രൊട്ടക്ഷൻ ആണ്, അതേപോലെ രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് കവറാണ്. അപ്പൊ ഈ ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ആബ്സെൻസിൽ നമ്മൾ ഒരു ലൈഫ് കവർ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഡെത്ത് കവറാണ്. അതായത് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ അങ്ങനെയായിരിക്കും എപ്പോഴും നമ്മൾ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പേരൻസ് ഉണ്ടാവാം, സിബ്ലിങ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മളുടെ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ UK വന്ന് താമസിക്കുമ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു ഇൻകം വെച്ചുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇൻ കേസ് നമ്മളുടെ ഒരു ആബ്സെൻസ് ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് കവർ എടുത്തു വെക്കുന്നത്. ഇപ്പോൾ പോരാത്തിന് നമ്മൾ ഇവിടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭാവിയിൽ വീടെടുക്കും, അതേപോലെ തന്നെ ലോൺ എടുത്തായിരിക്കും ഒരു പക്ഷെ വണ്ടി വാങ്ങുന്നത്. നമുക്ക് ബാധ്യതകൾ, ലയബിലിറ്റീസ് ഒത്തിരി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലയബിലിറ്റീസ് കൂടുന്ന സമയത്ത് നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുന്നത് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു മരണം, എന്തെങ്കിലും അസുഖം വന്നോ, ഒരു ആക്സിഡന്റ് വന്നോ, നമുക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ലൈഫ് കവർ നമ്മളെപ്പോഴും എടുത്തു വെക്കുന്നത്. അതിപ്പോൾ ഹസ്ബൻഡിന് ഒരു ഡെത്ത് സംഭവിച്ചാൽ വൈഫിനും കുട്ടികൾക്കും കിട്ടണം. നേരെ മറിച്ച് വൈഫിനൊരു ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ലൈഫ് കവർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്രിട്ടിക്കൽ ഇൽനെസ് കണ്ടീഷൻ, അതായത് നമുക്ക് ക്യാൻസർ പോലെ, ഹാർട്ട് അറ്റാക്ക് പോലെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മാരക അസുഖങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മനുഷ്യനാണ്, ഏത് സാഹചര്യത്തിൽ നമുക്ക് വരാം. അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡന്റ് പറ്റി ഒരു കോമയിലായി പോകുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കലി ഇല്ലായി പോകുന്ന സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡെത്ത് അല്ല, പക്ഷെ ക്രിട്ടിക്കലി നമ്മൾ ഇല്ലായി കിടക്കുന്ന ഒരു സാഹചര്യം വന്നാലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കണ്ടീഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ എബിലിറ്റി നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാലും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എടുക്കുന്നത്. അത് നമ്മൾ കുട്ടികൾക്ക് ലൈഫ് കവർ നമുക്ക് കുട്ടികൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കുട്ടികൾക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളിപ്പോൾ ധന്യക്കാണെങ്കിലും ചെയ്തു കൊടുത്ത സമയത്ത് അത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും നമ്മുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് കവറും ക്രിട്ടിക്കൽ ഇൽനെസ് കവറും. അന്ന് ബേസിൽ എന്നോട് ഇത് ഈ 2 സ്കീം അല്ലാണ്ട് വേറൊരു സ്കീം പറഞ്ഞായിരുന്നു, ഇൻകം പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതന്ന് എന്റെ അഫോർഡബിലിറ്റിക്ക് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ പലർക്കും അത് എടുക്കാനുള്ള അഫോർഡബിലിറ്റി കാണും. അപ്പം ഞാൻ വിചാരിക്കണോ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിക്കണോ അവർക്ക്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ലൈഫ് കവർ പറഞ്ഞു, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കണ്ടീഷൻസിന്റെ കവർ പറഞ്ഞു. ഇത് മൂന്നാമത്തെ വരുന്നതാണ് ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്.
ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ അതായത് നമ്മുടെ എംപ്ലോയർ എല്ലാ കമ്പനികളും ഇപ്പൊ പല കമ്പനികളിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ എല്ലാവർക്കും അവരുടെ എംപ്ലോയർ സിക്ക് പേ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഫ്രാക്ചർ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നോ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ, നമുക്ക് മന്ത്ലി സാലറി നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മന്ത്ലി ഇൻകം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മന്ത്ലി ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് സിക്ക് പേ, അതിപ്പോ നമുക്ക് ഡെഫേർഡ് പീരീഡ് ഉണ്ട്. ഡെഫേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിക്ക് പേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ളതുണ്ട്. 6 months ഡെഫേർഡ് പീരീഡ് ഉള്ളതുണ്ട്. ഇപ്പൊ NHS സിക്സ് മന്ത്സിലേക്ക് സിക്ക് പേ ഓൾറെഡി NHS വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 6 months ശേഷം നമുക്കിത് ഇൻകം പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫേർഡ് പീരീഡ് 6 months ഇട്ടിട്ട് നമുക്ക് ഇൻകം പ്രൊട്ടക്ഷൻ എടുത്തു വെക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എംപ്ലോയർ തരുന്ന സിക്ക് പേയുടെ ആ കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീടുള്ള മാസങ്ങളിൽ നമ്മൾ സിക്കായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം പ്രൊട്ടക്ഷൻ വഴി നമുക്ക് ഒരു മന്ത്ലി ഇൻകം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റിൽ ഇരിക്കുന്ന ഒരാള് നമ്മുടെ NHS ഒരു 6 മാസം മാത്രമേ പേ ഉള്ളൂ, 6 മാസം ഫുൾ പേയ്മെന്റ് അങ്ങനെ എന്തോ അല്ലേ, 6 മാസം ഫുൾ പേയ്മെന്റ് കിട്ടും, പിന്നെ ഒരു ശതമാനമായിരിക്കും അവർക്ക് കിട്ടണം. അപ്പൊ ആ ഒരു ശതമാനം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു ഇൻകം പ്രൊട്ടക്ഷൻ അതിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതായത് ഇൻകം പ്രൊട്ടക്ഷനിൽ ഒരിക്കലും ഈ മെറ്റേണിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിൽ ഒരിക്കലും മെറ്റേണിറ്റി കവർ ചെയ്യില്ല. മെറ്റേണിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരിക്കലും അത് സാലറി നമുക്കൊരിക്കലും കോമ്പൻസേറ്റ് ചെയ്ത് ഒരിക്കലും ഇൻകം പ്രൊട്ടക്ഷനിലോ ഒന്നും കിട്ടില്ല. അതേസമയം നമുക്ക് മെറ്റേണിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് മെറ്റേണിറ്റി ഒരിക്കലും ഇൻഷുറൻസിൽ കവർ ചെയ്യില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മെറ്റേണിറ്റി ഒരിക്കലും ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ല. അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി ഇൻഷുറൻസിൽ കവർ ചെയ്യില്ല. പക്ഷേ മെറ്റേണിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇൻകം പ്രൊട്ടക്ഷനിലും കവർ ചെയ്യും. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കവറിലും കവർ ചെയ്യും. അതൊരു പ്രഗ്നന്റ് വുമൺ ലൈക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നോസി അങ്ങനെയുള്ള അതൊന്നും കവർ ചെയ്യില്ല. ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അറിയാലോ നമുക്ക് നമ്മുടെ ഈ ഒരു പുതിയ ലൈഫിൽ ഇപ്പോൾ ഈ മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവാം മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് പലർക്കും. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യും. നമ്മൾ ഈ സ്കീമുകളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയല്ലോ, പക്ഷെ ആർക്കൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്? അതിനുള്ള എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? ഇപ്പം സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി ജോബ് വിസയിൽ തന്നെ വേണോ, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് എന്തെങ്കിലും ഉണ്ടോ? അതില് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഓഫ് മാർക്കറ്റ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പ്രൊഡക്ട്സ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ചില കമ്പനികളൊക്കെ വന്നതിന് ശേഷം 6 months GP നമ്മൾ UK വന്നാൽ മാത്രം പോരാ, നമ്മൾ GP രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. GP രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പൊ ചില കമ്പനികൾ അവരുടെ റൂൾസിൽ പറയുന്നുണ്ട് നമ്മൾ വന്നതിന് ശേഷം 6 months കഴിഞ്ഞതിന് GP രജിസ്റ്റർ ചെയ്ത് 6 months കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ ചില കമ്പനികൾ അത് ഇച്ചിരൂടെ ലിബറലാണ്, അവർക്ക് അത്രയും 6 months വെയിറ്റ് ചെയ്യണമെന്ന് ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വന്ന് സാധാരണ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് അപ്പം തന്നെ നമ്മൾ അത് ഈ വെയിറ്റിംഗ് പീരീഡ് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കാം, ചിലപ്പോൾ ഗൾഫ് കൺട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ടാവാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ അത് ഇവിടെ വന്ന് നമ്മൾ GP രജിസ്റ്റർ ചെയ്ത് GP നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് അതിൽ മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട്, പ്രീവിയസ് ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ GP രജിസ്റ്റർ ഒക്കെ ചെയ്ത് 6 months അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ പ്രീമിയം അടച്ചു പോകാനുള്ള ഒരു ഇൻകം നമുക്ക് വേണം. അതായത് നമ്മുടെ ബാക്കിയുള്ള ജീവിത ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രീമിയം അടച്ചു പോകാനുള്ള ഒരു ഇൻകം കൂടെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇൻകം വേണം. രണ്ടുപേരും ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ 2 പേർക്കും ഇൻകം ഉണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷെ എന്ന് വെച്ചിപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആരെങ്കിലും ഒരാൾ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഒരാൾക്ക് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഹൗസ് ഹസ്ബൻഡ് ആയിട്ടുള്ളവർക്കോ നമുക്ക് പോളിസി എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഇത് ചില ഇൻഷുറൻസ് കമ്പനികൾ അവർ പറയുന്നുണ്ട് വന്ന് 6 months കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റും. അവരുടെ റെസിഡൻസി പോളിസിയിൽ അത് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ കമ്പനികളും സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ വന്ന് വർക്ക് വിസയിലേക്ക് ചേഞ്ച് ആയതിനു ശേഷം മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്റ്റുഡൻസ് ആയിട്ട്
വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ പഠിക്കാനായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ജോബ് വിസയിലേക്ക് മാറിയതിന് ശേഷം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ചില കമ്പനികൾ വന്ന് 6 months കഴിഞ്ഞ് GP രജിസ്റ്റർ ചെയ്ത് 6 months കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ ഹോൾ ഓഫ് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട്, ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കമ്പനികളിലും ആക്സസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബേസിൽ മെൻഷൻ ചെയ്തായിരുന്നല്ലോ ഹിസ്റ്ററി, GP ഹിസ്റ്ററി നമ്മൾ നോക്കണം, എടുക്കണം, അങ്ങനെ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞു. GP ഹിസ്റ്ററി നമ്മൾ മെയ്ഡ് ആവും, അവിടെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ വരും എന്നുള്ളത്. എൻ്റെ ഇൻഷുറൻസ് എടുക്കേണ്ട സമയത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ വന്നിട്ട് ഒരു 2.5 വർഷമായി. അപ്പം അതിൽ ഞാൻ 2 years സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു പ്രകൃതി എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പേര് കാണും. കാരണം എനിക്കൊരു ചെറിയൊരു അസുഖം വന്നാൽ തന്നെ ഞാൻ ഓടി GP പോകും. കാരണം ഒത്തിരി ഫാമിലി ഹിസ്റ്ററീസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് ഞാൻ ഒത്തിരി കൺസേൺ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ GP പോയി ചെറിയ ചെറിയ പെയിൻസിനൊക്കെ ഞാൻ GP പോയി. എനിക്ക് ഒത്തിരി ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ലൈഫ് ഇൻഷുറൻസിൽ എനിക്ക് ഇച്ചായനും കുട്ടികൾക്കും കിട്ടി. എൻ്റെത് ഇപ്പോഴും ഹോൾഡിങ്ങിലാണ്. അപ്പം അത് അവരുടേത് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം അത് അവർ അറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒത്തിരി പേര് എടുക്കാൻ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അതൊരു ഹെൽപ്പ് ആവും. പക്ഷെ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ബേസിൽ പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇതിപ്പോ ധന്യയുടെ കേസിൽ ഇപ്പോ വന്നതെന്ന് പറഞ്ഞാൽ ധന്യക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഹിസ്റ്ററി ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ ക്വസ്റ്റനെയർ ഉണ്ട്. ഈ മെഡിക്കൽ ക്വസ്റ്റനെയർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫർദർ ഫോളോ അപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ധന്യക്ക് അവർ ഫർദർ ഫോളോ അപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അത് കഴിയുന്നവരത്തേക്ക് ആ പോളിസി അവർ പോസ്റ്റ്പോൺ ചെയ്തേക്കുവാണ്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ ധന്യനെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്യൂ ആക്കി കിട്ടുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെപ്പോഴും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും കൺസേൺഡ് ആണ് എല്ലാവരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമുക്ക് GP പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല പെട്ടെന്ന് തന്നെ. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ചിലർ ഇപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ അത് ഇച്ചിരി നമ്മളങ്ങ് ഇതാക്കി പറയും, നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ നമ്മളത് അങ്ങനെ അങ്ങ് പറയുമ്പോൾ അതൊരു ഹിസ്റ്ററിയിൽ അവിടെ കയറുവാണ്. അതാണ് അപ്പം നമ്മൾ ഉള്ളത് മാത്രം പറയുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ GP പോകുമ്പോൾ ആണെങ്കിലും നമുക്ക് ഉള്ള കണ്ടീഷൻസ് പറയുക. ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി അങ്ങ് ഫോൺ വിളിച്ചപ്പോൾ കൂട്ടി പറഞ്ഞു, അതുകൊണ്ടാണ് കിട്ടിയത്. പക്ഷെ ഇതൊരു ഹിസ്റ്ററി ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ GP എന്തൊക്കെ ഹിസ്റ്ററി വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം, ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യണം. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹാവ് യു എവർ ഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് മെൻഷൻ ചെയ്യണം. ലാസ്റ്റ് 5 yearsലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് 2 yearsലുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പേരൻസിനോ സിബ്ലിങ്സിനോ വന്നിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്യുറേറ്റ് ആയിട്ട് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നാളെ ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഇത് GP റിപ്പോർട്ട് എടുക്കും. നമ്മളത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒരിക്കലും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കരുത്. ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഹൈഡ് ചെയ്തൊക്കെ വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ എടുത്താൽ തന്നെയും നമ്മൾ വെറുതെ അതിന് പ്രീമിയം അടച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കൊരു ക്ലെയിം കിട്ടുന്ന സമയത്ത് ഒരു ക്ലെയിം ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ നാളെ ഒരു ക്ലെയിമിൻ്റെക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർ GP ഒരു റിപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ക്ലെയിം സാങ്ഷൻ ആക്കി തരുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു നമുക്ക് ആ ക്ലെയിം റിജക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അന്ന് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ബേസിലോട് ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്ക് ലൈഫ് ഇൻഷുറൻസ് വേണം, അപ്പോൾ നമുക്കിതൊന്ന് ഹൈഡ് ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചു ബേസിനോട്. അപ്പം പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കാരണം നമുക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഇത്. അപ്പം ബേസിൽ എന്നോട് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യാൻ പോകരുത്, അങ്ങനെ ഹൈഡ് ചെയ്താൽ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞു. അല്ല, നമ്മള് ഇപ്പോ ഒരു പോളിസി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ധന്യനെ സംബന്ധിച്ചിടത്തോളം ധന്യക്ക് ഒരു പോളിസി കിട്ടാൻ വേണ്ടിയിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പോളിസി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് നാളെ ഒരിക്കലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ധന്യയുടെ അടുത്ത് അന്ന് അങ്ങനെ പറഞ്ഞത്, നമുക്കത്
കിട്ടില്ല, അങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കരുത്, അത് നമ്മൾ ആക്യുറേറ്റ് ആയിട്ടല്ല നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ക്ലെയിം കിട്ടില്ല, ക്ലെയിം റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ, ഓക്കെ. നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ UK-ലാണ്, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് 500, 200, 300 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം ഒക്കെ കിട്ടും. നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇവിടെ വന്നിട്ട് ആരും ലൈഫ് ഇൻഷുറൻസ് എടുക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു 100 പൗണ്ട് 200 പൗണ്ട് അങ്ങനെ അടക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത്. ഞാൻ ബേസിൽ ഇങ്ങനെ വന്ന് പറയുമ്പോഴും നോക്കാന്ന് പറയുന്നതിന്റെ റീസണും അതാണ്. നമ്മൾ വിചാരിക്കണം 100, 200 പൗണ്ട് അങ്ങനെ മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ വൺസ് ഞാൻ ആ ഒരു അഡ്വൈസ് എടുത്ത് ആ ഒരു പ്രീമിയത്തിന്റെ കുറച്ച് പ്രീമിയംസ് ഉണ്ടല്ലോ നമ്മുടെ, അത് അറിഞ്ഞപ്പോഴാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയവും ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയണം. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പ്രീമിയം ആണെന്നൊന്ന് പറയാമോ? അതില് നമ്മുടെ പ്രീമിയം എപ്പോഴും ഒരാളുടെ ഇപ്പൊ ധന്യയുടെ തന്നെ അറിയാൻ പറ്റും, ധന്യയുടെ പ്രീമിയം അല്ല റോസിഞ്ചറിന് വരുന്നത്. രണ്ടുപേരുടെയും പ്രീമിയം ഡിഫറെന്റ് ആണ്. അതിന്റെ കാരണം ഇതില് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ 2-3 ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പ്രീമിയം വരുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ആണ്. ഏജ് കൂടുന്തോറും പ്രീമിയം സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ ധന്യയുടെ ഏജിൽ ധന്യയും ധന്യയുടെ ഹസ്ബൻഡ് തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് വന്നതുകൊണ്ടാണ് ഹസ്ബൻഡിന് പ്രീമിയം കൂടുതലാണ്, ധന്യയ്ക്ക് നോർമൽ പ്രീമിയം എടുത്ത സമയത്ത് പ്രീമിയം കുറവാണ്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ആണ്. അപ്പോൾ നമ്മൾ പ്രായം കുറവുള്ള സമയത്ത് നമ്മൾ പോളിസി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെവൽ ടൈം പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം ഇപ്പോൾ 70 ഇയേഴ്സ് വരെയാണ്. ഇപ്പോൾ ധന്യയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് 70 വയസ്സ് വരെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 70 വയസ്സ് വരെ ആ ഒരു സെയിം പ്രീമിയം തന്നെയാണ് ധന്യക്ക് വരുന്നത്. അപ്പൊ അതേപോലെ അപ്പൊ നമുക്ക് അത്രയും കുറഞ്ഞ ഒരു പ്രീമിയത്തിൽ കിട്ടും. അതേസമയം ഇപ്പോൾ ഒരു എബോ 40 ഉള്ള ഒരാൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരു പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ധന്യ എടുത്തപ്പോൾ കിട്ടിയ ഒരു പ്രീമിയത്തിൽ ഒരിക്കലും കിട്ടില്ല. അതിനേക്കാളും 10-15 പൗണ്ട് മന്ത്ലി കൂടുതലായിട്ട് വരും. ഏജ് ആണ് ഒന്നാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക് പ്രീമിയം സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അത് നമ്മുടെ ഹാബിറ്റ്സിനനുസരിച്ച് മാറ്റം വരും. അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസ്, ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ചില കേസുകളിൽ അത് ഓരോ കമ്പനികളുടെയും പോളിസി ഡിഫറെൻ്റ് ആണ്. അത് അവരുടെ അണ്ടർ റൈറ്റേഴ്സ്, ഇപ്പോൾ ഏത് പർട്ടിക്കുലർ കമ്പനിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താലും അവരുടെ അണ്ടർ റൈറ്റേഴ്സ് ആ ആപ്ലിക്കേഷൻ അണ്ടർ റൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ നമുക്ക് ചില കേസുകളിൽ ചില കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്ലൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള മെഡിക്കൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം തരില്ല എന്ന് അവർ ഓൾറെഡി പറയും. അതാണ് എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില കേസിൽ നമുക്ക് പ്രീമിയം കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ BMI ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീമിയം കൂടുതലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഡയബറ്റീസ് ഉള്ള ഒരാൾ, ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ മിക്ക കമ്പനികളും തന്നെ പ്രൊവൈഡ് ചെയ്യില്ല ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ ലൈഫ് കവർ, നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ലൈഫ് കവർ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രീമിയം കൂടുതൽ അടയ്ക്കേണ്ടതായിട്ടും വരും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷത്തേക്ക് പോളിസി എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രീമിയം അതുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളിപ്പോൾ 70 വയസ്സ് വരെ എടുക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ 70 വയസ്സ് വരെയാണ്, ഇപ്പോൾ ധന്യയുടെ പോളിസി 70 വയസ്സ് വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 70 വയസ്സ് വരെ നമ്മൾ എടുക്കുമ്പോൾ ഉള്ളൊരു പ്രീമിയം ആയിരിക്കില്ല 60 വയസ്സ് വരെ എടുക്കുമ്പോൾ. സ്വാഭാവികമായിട്ട് 60 വയസ്സ് വരെയാണ് നമ്മൾ പോളിസി എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. 70 വയസ്സെന്നുള്ളവർ 80 വയസ്സ് വരെ ആണ് നമ്മൾ പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീമിയം കുറച്ചുകൂടെ കൂടുതലായിരിക്കും വരുന്നത്. അത് ഇപ്പോൾ ഒരു 50 വയസ്സ് വരെ പ്രീമിയം പോളിസി എടുക്കുന്നുള്ളൂ, 50 വയസ്സ് വരെ നമുക്ക് കവർ മതി എന്നുണ്ടെങ്കിൽ അത് പ്രീമിയം പിന്നെയും കുറവായിരിക്കും. അപ്പം നമ്മുടെ ഏജ് കൂടുന്തോറും എത്ര വർഷത്തേക്ക് നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ചും കൂടെയും പ്രീമിയത്തിൽ ഡിഫറൻസ് വരും. നമ്മൾ എത്ര എമൗണ്ടിന്റെ കവർ എടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വില മാറ്റം വരുമല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം പൗണ്ടിന്റെ കവറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉള്ള പ്രീമിയം ആയിരിക്കും ഓഫ് കോഴ്സ് 2 ലക്ഷം എടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും പ്രീമിയം വരുന്നത്. അപ്പോൾ നമ്മുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളെപ്പോഴും ഇപ്പോൾ ആസ് ആൻ അഡ്വൈസർ ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത്, ഇപ്പോൾ ധന്യയുടെ അടുത്താണെങ്കിലും സംസാരിച്ചപ്പോൾ നിങ്ങളുടെ നീഡ് മനസ്സിലാക്കി, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി, അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയുള്ള പോളിസിയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ അങ്ങോട്ട് അഡ്വൈസ് ചെയ്ത് തന്നതിന് ശേഷം ഞാൻ ഒരു 2-3 കോട്ട് ഞാൻ എടുത്ത് തന്നിരുന്നു. ധന്യക്ക് എടുത്ത് തന്നതിന് ശേഷം അതിൽ
നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു ക്ലയന്റിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് മന്ത്ലി എത്ര രൂപ പ്രീമിയം പേ ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നമുക്ക് അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 70 വയസ്സെന്നുള്ളത് നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 60 വയസ്സ് വരെ മതി അല്ലെങ്കിൽ 55 വയസ്സ് വരെ മതി, ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം പിന്നീട് കുറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ എത്ര വയസ്സ് വരെ വേണം എന്നുള്ളതും അതേപോലെ എത്ര എമൗണ്ടിന്റെ വേണം എന്നുള്ളതിലും ഡിഫറൻസ് വരുത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രീമിയത്തിൽ അതനുസരിച്ച് മാറ്റം വരും. അപ്പോൾ പക്ഷെ നമ്മൾ എപ്പോഴും ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ക്ലയൻസിന്റെ അടുത്ത് പറയുമ്പോൾ അവരുടെ നീഡ് മനസ്സിലാക്കി, ഇപ്പോൾ ധന്യയ്ക്കും റോസിഞ്ചറിനും വേണ്ട കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ വേറൊരു ക്ലയന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ പ്രൊഫഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ നീഡ് മനസ്സിലാക്കിയാണ് നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് ഏത് വേണം എന്നുള്ളത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ലൈഫ് കവർ പറഞ്ഞു, ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞു, അല്ലെ, നമ്മള് ഇൻകം പ്രൊട്ടക്ഷൻസ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം നമ്മൾക്കറിയേണ്ട ഇതൊന്നും അല്ല എത്ര പൗണ്ട് ആവും എന്നുള്ളതാണ് മന്ത്ലി. അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും പ്രീമിയം എന്ന് പറയുന്നത് ഇപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളുടെ പ്രീമിയം ആയിരിക്കില്ല വേറൊരാളിലേക്ക് വരുമ്പോൾ. അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്ക് 5 പൗണ്ടിൻ്റെ തൊട്ട് 5 പൗണ്ട് പ്രീമിയം തൊട്ട് നമുക്ക് വേണമെങ്കിൽ പോളിസി എടുക്കാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രായം കുറഞ്ഞ ഒരാൾക്ക് ചിലപ്പോൾ 5 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രായം കൂടിയ ആൾക്ക് വരുമ്പോൾ 15 പൗണ്ടിൽ എടുക്കാം. അതിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 20 പൗണ്ടിലും 25 പൗണ്ടിലും എടുക്കാം. അത് നമുക്ക് എന്ത് വേണം എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും നമ്മൾ ഒരു ക്ലയന്റിന്റെ നീഡ് എന്താണ്, അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫാക്ട് ഫൈൻഡ് എന്ന് പറയും. നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്തത്. ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും ഇൻഷുറൻസ് ചെയ്യാൻ നേരത്ത് നമ്മൾ സംസാരിച്ച് നീഡ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ കോട്ടും കാര്യങ്ങളും എടുത്തിട്ട് 2-3 ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നത്. അതിൽ നിന്നാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇപ്പൊ ചില ക്ലയൻസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ ഓൾറെഡി സംസാരിക്കുന്ന സമയത്ത് അവർ പോളിസി എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് അത് എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അറിയാം, അത് ലൈഫ് കവർ ആണോ ക്രിട്ടിക്കൽ ഇൽനെസ് ആണോ അല്ലെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷൻ ആണോ എന്ന് അറിയണമെന്നില്ല. അപ്പൊ അത് ഒരുപക്ഷെ അത് അവര് അതിനെപ്പറ്റി ടൈം ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റിക്കാനുള്ള അല്ലെങ്കിൽ അത് കൊടുത്ത ഒരു അഡ്വൈസറുടെ അടുത്ത് നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇത് എടുത്തിരിക്കുന്ന ഒരാൾ എപ്പോഴും അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനാണെങ്കിലും ധന്യയുടെ അടുത്ത് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ശേഷം കവർ എടുത്തു തന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാന്നുള്ളതാണ്. ഇപ്പൊ എത്ര പൗണ്ട് ആവും എന്നുള്ളതിന് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5 പൗണ്ട് തൊട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കൂടുതൽ എമൗണ്ടും അല്ലെങ്കിൽ കൂടുതൽ വർഷത്തേക്കും നിങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് പ്രീമിയത്തിൽ മാറ്റം വരും. ബേസിൽ നമ്മൾ ഈ ഒരു പ്ലാൻ ഒക്കെ എടുത്തു, ഓക്കെ, നമ്മുടെ ഏജിനൊക്കെ അനുസരിച്ചുള്ള ഒരു പ്ലാൻ നമുക്ക് കിട്ടി, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു. ഈ ഫ്രണ്ടിനെ ഞാൻ റെഫർ ചെയ്തപ്പോൾ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. നമുക്ക് ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടൈം പീരീഡ് മെച്യൂരിറ്റി ആവാണ്ട് നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വറീഡായി, അയ്യോ കിട്ടത്തില്ലേ, ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാനൊരു പ്ലാൻ എടുത്തു, നെക്സ്റ്റ് മന്ത് ആയപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു ഇല്ലസ് എന്തെങ്കിലും വന്നു, കവർ കിട്ടോ? നമുക്ക് അറിയാം, നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ആൾക്കാർ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ്സിലോ ഒന്നെങ്കിൽ യൂലിപ് പ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻഡോമെന്റ് പ്ലാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലാനുകളിലൊക്കെയാണ് എപ്പോഴും നാട്ടിലെപ്പോഴും കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ നാട്ടിലുണ്ട് നമുക്ക് ടൈം പ്ലാൻസ് ഉണ്ട്, പ്യൂറോ പ്രൊട്ടക്ഷൻ പ്ലാൻസ് ഉണ്ട്. പക്ഷെ മറ്റതില് ആവുമ്പോഴത്തേനും നമുക്ക് എൻഡോമെന്റ് പ്ലാൻസോ അല്ലെങ്കിൽ യൂലിപ് പ്ലാൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആണ് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് എന്നുള്ള ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ റിട്ടേൺ ആയിട്ട് വരുന്നത്, ഒരു മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതേസമയം നാട്ടിൽ നമുക്കുണ്ട് ടേം പ്ലാൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്യൂർ പ്രൊട്ടക്ഷൻ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഒക്കെ ഇൻഷുറൻസ് അടയ്ക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് അതിൽ ഒരിക്കലും ഒരു മെച്യൂരിറ്റി ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ബെനിഫിറ്റ് ആയിട്ട് ഒരിക്കലും കിട്ടില്ല. നമുക്കതിൽ ക്ലെയിം ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് എടുത്ത് വണ്ടി നമ്മൾ പോയി ആക്സിഡന്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക്
ക്ലെയിം കിട്ടുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അതിൽ റീഫണ്ട് ആയിട്ടൊന്നും വരില്ലല്ലോ. അതൊരു സേവിങ്സ് പ്ലാനോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അല്ല. അപ്പൊ നമ്മളിപ്പോൾ UK ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടേം പ്ലാൻ ആണത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്നൊരു മെച്യൂരിറ്റി ബെനിഫിറ്റ് വരില്ല. ഇതൊരിക്കലും ഒരു സേവിങ്സ് പ്ലാൻ അല്ല. അതുകൊണ്ട് തിരിച്ചൊരിക്കലും ഒരു റിട്ടേൺ പ്രതീക്ഷിക്കേണ്ട. അതിൽ നമുക്ക് റിട്ടേൺ ഇല്ല. പക്ഷെ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് കുറഞ്ഞ പ്രീമിയം ആണ് വരുന്നുള്ളൂ. നമ്മൾ ഇപ്പൊ ഇന്ത്യൻ മണി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ UK നിൽക്കുന്ന സമയത്ത് നമുക്കതൊരു വലിയ എമൗണ്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇപ്പൊ നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിൽ ഇപ്പൊ UK വന്നിട്ടുള്ള പുതുതായിട്ട് വന്നവരും പണ്ടുള്ളവരൊക്കെ വണ്ടിക്ക് അടയ്ക്കുന്ന ഇൻഷുറൻസിനേക്കാളും താഴെയായിരിക്കും എപ്പോഴും ലൈഫ് കവർ. ഇപ്പൊ നമ്മൾ ഒരു 10-20 ലക്ഷം രൂപയുടെ വണ്ടിക്ക് അടയ്ക്കുന്ന പ്രീമിയം അതിനേക്കാളും താഴെയാണ്. എന്തായാലും ഒരു വണ്ടിയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇപ്പോഴും നമ്മുടെ ലൈഫിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും അതിനേക്കാളും താഴെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരിക്കലും അത് ഞാൻ എടുത്തു പറയുകയാണ്, അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ നമ്മളിവിടെ ചെയ്യുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അല്ലെങ്കിൽ സേവിങ്സ് പ്ലാനോ അല്ല. ഇത് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമ്മുടെ ടേം പ്ലാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു റിട്ടേൺ അതിലില്ല. അതേപോലെ തന്നെ ഒരു ക്ലെയിമിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ പോളിസി ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഫോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ആ പോളിസി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തൊട്ട് നമുക്ക് ഇതാണ് കവേർഡ് ആണ്. നമുക്ക് അതിനുശേഷം നമുക്ക് ഒരു ഡെത്ത് സംഭവിച്ചാലും നമുക്ക് കവർ കിട്ടും. അതേപോലെ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും നമുക്ക് കവർ കിട്ടും. ഇൻകം പ്രൊട്ടക്ഷന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കവർ കിട്ടും. വെഹിക്കിൾ ഇൻഷുറൻസ്. അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുത്താൽ നമ്മുടെ പ്രീമിയം എല്ലാം മാറും. ഈ പ്രീമിയം നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ഉള്ള പ്രീമിയം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നല്ല, ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഞാൻ ഇത്ര ഒരു എമൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ ഇത് കണ്ടിന്യൂസ് നമ്മൾ അടയ്ക്കണമല്ലോ. അടയ്ക്കുന്ന സമയത്ത് പ്രീമിയം മാറാൻ ചാൻസ് ഉണ്ടോ? അതായത് നമുക്കതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ധന്യയുടെ ഒക്കെ പ്രീമിയം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് പ്രീമിയം ആണ്. ഗ്യാരണ്ടീഡ് പ്രീമിയംസിൽ ഒരിക്കലും നമ്മളിപ്പോൾ 70 വയസ്സ് വരെ ഇനി അതിന്റെ പ്രീമിയം ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ആ സെയിം പ്രീമിയം തന്നെയായിരിക്കും നമുക്ക് പോകുന്നത്. അപ്പോൾ ഗ്യാരണ്ടീഡ് പ്രീമിയം ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെയിം പ്രീമിയത്തിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഏജ് തൊട്ട് നമുക്ക് ആ ഒരു സെയിം പ്രീമിയത്തിൽ തന്നെ നമ്മൾ എത്ര വർഷത്തേക്കാണോ എടുക്കുന്നത് ആ ഒരു കാലാവധി വരെ നമുക്ക് കിട്ടും. ഞാനൊരു പോളിസി എടുത്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ സർവീസിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങളൊരു പോളിസി എടുത്തിരിക്കണം. UK ഉള്ളവരാണെങ്കിൽ എന്തായാലും എടുത്തിരിക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു ആസ് എ അഡ്വൈസർ ബേസിന് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സിന്റെയും ഈ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്ട്സിന്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നമുക്ക് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ പോയി വാങ്ങുന്നത്. ലൈഫ് അതായത് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് നമ്മൾ എപ്പോഴും മുൻകൂട്ടി വാങ്ങി വെക്കുന്ന ഒരു കാര്യമാണത്, നേരത്തെ എടുത്തു വെക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേപോലെ നമുക്കതൊരിക്കലും ആവശ്യം വരല്ലേ എന്ന് കരുതി നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തു വെച്ചു എന്ന് കരുതി എപ്പോഴും നാളെ ഇതെനിക്ക് 70 വയസ്സിനുള്ളിൽ ഞാൻ മരിച്ചു പോയില്ലെങ്കിൽ എനിക്കത് നഷ്ടം വരുമല്ലോ എന്നാരും ചിന്തിക്കില്ല. അല്ലെങ്കിൽ എനിക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നില്ല എന്നോർത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുവാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, വണ്ടി ഇത് ഇടിച്ചിട്ട് എനിക്കൊരു ക്ലെയിം കിട്ടണം എന്നൊരിക്കലും ആരും കരുതൂല. അപ്പൊ നമ്മളിത് ആവശ്യം വരല്ലേ എന്ന് കരുതിക്കൊണ്ട് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എപ്പോഴും ഇൻഷുറൻസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിത് ലൈഫിൽ എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ, അതിപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു മരണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമുക്ക് ഒരു മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമോ, അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് നമുക്ക് നമ്മുടെ ജോലി ചെയ്ത് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം, നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ ലൈഫിൽ വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ കാണാം, നമ്മുടെ ഫ്രണ്ട്സ് കാണാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് കാണാം. പക്ഷെ അവർക്കൊക്കെ പരിമിതികൾ കാണും. കാരണം എല്ലാവർക്കും അവരവരുടെ ലൈഫ് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു നമ്മളായിട്ട് തന്നെ ചെയ്തു വെക്കുന്ന ഒരു പ്രിക്വേഷൻ, നമ്മളിപ്പോൾ അല്ലാതെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒത്തിരി പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല ക്ലയൻസിൻ്റെ അടുത്ത് ഞാനൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പലരും പറയും ഇപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തീരെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ള ചിലവുകൾ, ബാക്കി പ്രയോറിറ്റൈസ് ചെയ്യുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എടുത്തു വെക്കാം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇത് ഏറ്റവും അവസാനമായിട്ട് എടുത്തു വെക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കത് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്ത് നേരത്തെ തന്നെ എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ ഏറ്റവും യങ് ആയിട്ടുള്ള ഏജിൽ എടുത്തു വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രീമിയം കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. പിന്നെ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ട് പിന്നെ നമ്മൾ ഇത് എടുത്തുകൊള്ളായിരുന്നു അല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ചോളായിരുന്നു എന്ന് നമ്മൾ കരുതി കഴിഞ്ഞാലും
നമുക്ക് അന്നേരം ചിലപ്പോൾ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, ഫാമിലിയുടെ ഫ്യൂച്ചർ അത് നമ്മൾ സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ആബ്സെൻസ് നമ്മുടെ കുടുംബത്ത് വന്നാൽ പോലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക്, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, അവർക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ UK വന്നിട്ട് അധികം ആകാത്തവരോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാനോ, അതേപോലെ തന്നെ നമ്മൾ മോർഗേജ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കമ്പനിയുടെ പേര് വരുന്ന ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നാണ്. നമ്മൾ വൈഡ് റേഞ്ച് ആയിട്ട് നമുക്ക് പ്രൊവൈഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓൾ ഓവർ UK ആണ് നമ്മൾ ചെയ്യുന്നത്. UK എവിടെയാണെങ്കിലും ഉള്ള ക്ലയൻസിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ തീർത്തും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും എൻ്റെ ആപ്ലിക്കേഷനും പ്രോസസ്സും, അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് നിന്ന് ഒരു ഇൻഷുറൻസ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്ലെയിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യകത അതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ സർവീസ് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് ഇവിടെ പലരും ഈ അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നതിന് ഒരു ചാർജ് ഈടാക്കും. ബേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാർജ് മേടിക്കുമായിരുന്നു? ഇല്ല, നമ്മളങ്ങനെ ചാർജസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇൻഷുറൻസിനാണെങ്കിലും അതേപോലെ തന്നെ മോർഗേജിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അതിനാണെങ്കിലും നമ്മൾ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല. നമ്മൾ അങ്ങനെ ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പേയ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. അത് തന്നെ അനുഭവമുള്ളതാണല്ലോ. അല്ല, അവരുടെ അടുത്തും പറയണല്ലോ, അവർ വിചാരിക്കും എന്തെങ്കിലും അഡ്വൈസ് മേടിക്കണമെങ്കിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവരൊന്നും ഉൾവലിയും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ഒരു ഫണ്ട് രീതിയിലൊന്നും ചോദിച്ചത്. ഞാനൊരു പോളിസി എടുത്ത് ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യണം. കാരണം UK വന്നിട്ടുള്ള എല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇത് അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബേസിലിനെ കോൺടാക്ട് ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ഒക്കെ ചെയ്തത്. അപ്പം അതെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് യൂസ്ഫുൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബേസിലിനെ അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക്കിനെ ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 24 hours അവർ അവൈലബിൾ ആയിരിക്കും. വാട്സപ്പ് ആയാലും ഇമെയിൽ ആയാലും കോളിലൂടെ ആയാലും നിങ്ങൾക്ക് ഉള്ള സർവീസസ് അവർ തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുമുണ്ട്. നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇവിടെ UK വന്നത് നമ്മുടെ ലൈഫിൻ്റെ അല്ലേ, നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും നമ്മുടെ ഫാമിലിക്കും നമുക്കൊക്കെ ഒരു വെൽത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും ഭാഗത്ത് നമ്മളൊന്ന് പാളിപ്പോയി കഴിഞ്ഞാലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഒരു ലൈഫ് കവറൊക്കെ വേണം എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ എന്തായാലും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വരാനും ഈ ഒരു വീഡിയോ ചെയ്യാനും ഇനീഷ്യേറ്റീവ് എടുത്ത ധന്യക്കുള്ള ഒരു താങ്ക്സ് നിങ്ങളുടെ ഈ ഒരു സമയത്ത് പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ സമയത്തിനാണ് എനിക്ക് ഈ ഒരു സമയം വീഡിയോക്ക് വേണ്ടി തന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവാതെ പോകത്തില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് കാണുന്നതായിരിക്കും. ബൈ.